ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ പോലെ ഒരു മാസം കൊണ്ട് തന്നെ 8-12 കിലോ ഒക്കെ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഇനി അതല്ല, വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് മെനക്കെടുന്നുണ്ട്. പക്ഷേ ഈ വയറ് തൂങ്ങിക്കിടക്കുന്നത് അതൊന്ന് കുറയാനോ അല്ലെങ്കിൽ ഡബിൾ ചിൻ എന്ന് പറയും ചിലർക്ക്, അതൊന്നും മാറുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഈ വെയിറ്റ് ലോസിന് വേണ്ടി നമ്മൾ ചെയ്തു കൂട്ടുന്ന ചില മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? ഇനി വെയിറ്റ് ലോസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് എളുപ്പമാകാൻ വേണ്ടി ചില വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ കൂടെ എടുക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും? ഇനി ചില ഹെർബൽ ടീസ്, ചായകൾ, അതൊക്കെ കുടിച്ചുകൊണ്ട് ഒരു 30 ഡേയ്സ്, ഒരു മാസം കൊണ്ട് തന്നെ എങ്ങനെ ഹെൽത്തി ആയിട്ട് ഒരു 10 കിലോളം കുറയ്ക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ ടോക്ക്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീനേജി, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്. പലപ്പോഴും വെയിറ്റ് ലോസ് ജേണിയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വെയിറ്റ് നമ്മൾ എന്നും വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരു പ്രകൃതമുണ്ട്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. വീക്ക്ലി വൺസ് ആണ് നമ്മൾ വെയിറ്റ് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാലറി കൗണ്ട് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ അത് എത്ര കാലറിയാണ് എടുക്കുന്നത് എന്നുള്ളത് കാലറി കൗണ്ട് ആദ്യത്തെ. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇൻസുലിൻ കൺട്രോളിൽ കൊണ്ടുവരാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഇൻസുലിൻ നമ്മൾ കറക്റ്റായിട്ട് കൺട്രോളിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ദിവസവും നമ്മൾ ഉറക്കം, റെസ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ കൂടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഇത് കൊഴുപ്പ് അടിവയറിലും അതേപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെയും അവിടെ ഇവിടെയായിട്ട് ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കുറയ്ക്കാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് 6-7 മണിക്കൂർ നല്ല ഒരു ഉറക്കം. സോ വെയിറ്റ് ലോസ് ചെയ്യാൻ തുടങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്തൽ. അടുത്തത് നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി, നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എടുക്കുന്ന ഭക്ഷണം ശരിയായിട്ടുള്ള നേരത്ത് ശരിയായ ടൈമിങ്ങിലാണോ എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഈ 5 കാര്യങ്ങളാണ് വെയിറ്റ് ലോസ് ജേണിയിലോട്ട് ആദ്യം കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി വെയിറ്റ് ലോസിലൊക്കെ കടന്നു, നമ്മൾ അതിലോട്ട് ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ ആദ്യം കാണിക്കുന്ന ചില മണ്ടത്തരങ്ങളുണ്ട്. വെയിറ്റ് ലോസ് അങ്ങോട്ട് വെയിറ്റ് ഒരു 10 കിലോ 15 കിലോ കുറയണം എന്നുള്ള ടാർഗറ്റ് ഉണ്ടാവും എന്ന് വെച്ച് ഒരു ദിവസം 1000 കിലോ കാലറിയിൽ താഴെ എടുക്കുക. അത്രയ്ക്കും പട്ടിണി കിടന്ന് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ചിലർ ശ്രമിക്കുന്നുണ്ടോ? ഇനി മറ്റു ചിലരാണെങ്കിലോ അമിതമായിട്ട് കാർഡിയോ, എക്സസൈസ്, സ്ട്രെങ്തനിങ് എല്ലാ ആഴ്ചയും വിത്തൗട്ട് റെസ്റ്റ്, ഒരു റെസ്റ്റ് ഇല്ലാതെ ഒരു വീക്കിൽ ഒരാഴ്ചയിൽ 7 ദിവസവും കംപ്ലീറ്റ് ഈ സ്ട്രെങ്തനിങ്ങും കാർഡിയോ അങ്ങനെ എക്സസൈസൊക്കെ ആയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഈ അരിഭക്ഷണം ഒഴിവാക്കുക, അരിഭക്ഷണം ഒട്ടും എടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ. പിന്നെ ഓയിൽ ഒഴിവാക്കാൻ റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ച് കംപ്ലീറ്റ് ഒഴിവാക്കാന്നല്ല. നല്ല ഹെൽത്തി ഫാറ്റ്സ് നമുക്ക് ആവശ്യമാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു 1000 കിലോ കാലറിയിൽ കുറച്ചങ്ങോട്ട് എടുക്കുക. കുറച്ച് കഴിച്ചാൽ മതി. എന്തെങ്കിലും 2 ഫ്രൂട്ട്സ്, അങ്ങനെ മാത്രം. മാക്സിമം സ്റ്റാർവേഷൻ എന്ന് പറയുന്ന പട്ടിണി രീതിക്ക്, ആ രീതിക്ക് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ലോസ് ആവും, പക്ഷെ ഫാറ്റ് ലോസ് ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടിവയറിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കൊഴുപ്പോ അല്ലെങ്കിൽ ഡബിൾ ചിന്നോ ഇതൊന്നും ഒട്ടും കുറയാനും പോകുന്നില്ല. കാരണം ഇപ്പോൾ ലേഡീസിലാണ് എന്നുണ്ടെങ്കിൽ ഒരു 1800 മുതൽ 2400 വരെ കിലോ കാലറി ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്. ഇതാണ് എടുക്കേണ്ടത് ജനറലി. ഇത് ജെൻസ് ആണെന്നുണ്ടെങ്കിൽ 2400 മുതൽ 2800 കിലോ കാലറി വരെയൊക്കെ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാലറി അതിൽ നിന്നും ഒരു 500 കിലോ കാലറി മാത്രമാണ് കുറയ്ക്കേണ്ടത്. അല്ലാതെ സിവിയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ 1000-ൽ താഴെയൊക്കെ ഒരു ദിവസം അത്രയും കുറച്ച് മാത്രം ഫുഡ് എടുത്തു കഴിയുമ്പോൾ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. നമുക്ക് മെറ്റബോളിസം ഭയങ്കര സ്ലോ ഡൗൺ ആവാനായിട്ട് തുടങ്ങും. ഈ മെറ്റബോളിസം സ്ലോ ഡൗൺ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ഡൗൺ ആകും. മാത്രമല്ല നമ്മുടെ കൊഴുപ്പ് അങ്ങനെ കെട്ടിക്കിടക്കാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ കൂടെ തന്നെ ഈ നമുക്ക് വിശപ്പിൻ്റെ ആ ഒരു കൺട്രോളിലല്ലാതെ വരും. കാരണം ഇത്രയും ദിവസം നമ്മൾ അത്യാവശ്യം നല്ല ഫുഡ് ഇൻടേക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു സായാഹ്നത്തിൽ കാലറി ഒരുപാട് വെരി ലോ ഡെഫിസിറ്റ് കാലറി എന്ന് പറയും, ഒരുപാട് കാലറി കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനുള്ളൊരു ടെൻറ്റേഷൻ. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ
ഹോർമോൺ, ഹങ്കർ ഹോർമോൺ എന്ന് പറയുന്ന വിശപ്പിൻ്റെ ഒരു ഹോർമോൺ ഉണ്ട് ഈ ഗർലിൻ. അതിൻ്റെ സ്റ്റിമുലേഷൻ ഇങ്ങനെ കൂടും. അത് കൂടുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കിടയ്ക്കുള്ള സ്നാക്ക് മീലുകൾ അധികം എടുക്കാനായിട്ട് തുടങ്ങും. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം നമ്മൾ ചിലപ്പോൾ സ്റ്റാർവേഷൻ അല്ലെങ്കിൽ പട്ടിണി ആ ഒരു മോഡിലായിരിക്കാം. പക്ഷേ അടുത്ത ദിവസം തൊട്ട് നമ്മൾ ഈ ബിഞ്ച് ഈറ്റിംഗ് തുടങ്ങും. അത് ഓവർ കാലറീസ് ആയിട്ട് പിന്നെയും ഫാറ്റ്, കൊഴുപ്പ് അടിഞ്ഞുകൂടിയേ ചെയ്യുള്ളൂ. അല്ലാതെ അത് ഒരിക്കലും നമ്മുടെ വെയിറ്റ് ലോസ് ഹെൽത്തി ആയിട്ട് കുറയ്ക്കാനായിട്ട് ഒരു സഹായകരമാവില്ല. അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടും, നമുക്ക് ഓർമ്മശക്തി കുറയും, ബോഡി ടോട്ടലി വീക്കാവും. അപ്പം നമ്മളെപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു പ്ലേറ്റിംഗ് മെത്തേഡ്, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ ഒരു പ്ലേറ്റിനെ നമ്മൾ ഹാഫായിട്ട് വിഭജിക്കുക. അതിൽ അര ഭാഗം വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള പച്ചക്കറികൾ. എന്തിനാണ് ഈ പച്ചക്കറികൾ കൂടുതൽ എടുക്കാൻ പറയുന്നതെന്ന് പറയുന്നത്, പച്ചക്കറിയിൽ കാലറീസ് വളരെയധികം കുറവാണ്, എന്നാൽ അതിൻ്റെ പോഷകങ്ങളാണെങ്കിൽ വളരെ കൂടുതലും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നാരുകൾ അധികം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മലബന്ധം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് അര ഭാഗം നമുക്ക് വേവിച്ചതും വേവിക്കാത്തതുമായിട്ടുള്ള പച്ചക്കറികളും ഇലക്കറികളും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി 1/4 ഭാഗം നമ്മൾ എടുക്കേണ്ടത് പ്രോട്ടീൻ. എല്ലാ ദിവസവും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി വെയിറ്റ് ലോസ് ജേണിയിലുള്ളവർ സ്ട്രിക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്, പ്രോട്ടീൻ ഉണ്ടോ. ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എഗ് വൈറ്റിൽ മുട്ടയുടെ വെള്ള ഒരു ദിവസം 2-3 ഒക്കെ മുട്ടയുടെ വെള്ള എടുക്കാവുന്നതാണ്. മുട്ടയുടെ വെള്ള എടുക്കാം. ഇപ്പം ഇറച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ആവിയിൽ വേവിച്ചത്, അതേപോലെ തന്നെ നമുക്ക് ബേക്ക്ഡ് ആയിട്ടുള്ളത് അങ്ങനെ എടുക്കാം. കറികളായിട്ട് വെച്ചിട്ടുള്ളത് എടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഒഴിവാക്കേണ്ടത്. ഇപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റൊക്കെ വളരെ പ്രോട്ടീൻ അധികം നിറഞ്ഞിട്ടുള്ളതാണ്. സോയ എടുക്കാം. പിന്നെ പ്ലാന്റ് പ്രോട്ടീൻസ്, പയറുവർഗ്ഗങ്ങൾ, അതും കൂടുതലായിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു 1/4 ഭാഗം എന്ന് പറയുന്നത്. ഇനി ഒരു 1/4 ഭാഗം എടുക്കേണ്ടത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു രണ്ടാമത്തെ ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് അരിഭക്ഷണം, ചപ്പാത്തി എല്ലാം അങ്ങോട്ട് ഒഴിവാക്കും, ഷുഗർ കട്ടാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കീറ്റോ ഡയറ്റിലോട്ട് പോകും, അമിതമായിട്ട് ക്ഷീണം അനുഭവപ്പെടും. ഇതൊക്കെ വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷേ എന്താ പറയുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ആവില്ല. തിരിച്ചും ആ വെയിറ്റ് അതേപോലെ തന്നെ വരാനും ചാൻസ് കൂടുതലാണ്. വേറെ അസുഖങ്ങൾക്ക് ഒരു വഴിത്തിരിവായിട്ട് മാറും. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് കാർബ്സ് ഒഴിവാക്കിയിട്ടുള്ളത് വേണ്ട, പോർഷൻ കൺട്രോൾ മതിയാവും. അപ്പോൾ ആ പ്ലേറ്റിലെ 1/4 ഭാഗം കാർബോഹൈഡ്രേറ്റ്, അതിൽ തന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് റാഗി, പിന്നെ വിറക്, ചാമ, ഇങ്ങനത്തെ ചെറുധാന്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ എന്താ വെച്ചാൽ ഇതിൽ കാർബോഹൈഡ്രേറ്റും ഉണ്ട്, മാത്രമല്ല മിനറൽസ്, വിറ്റാമിൻസ് ഇതൊക്കെ കൂടുതലുണ്ട്. ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്ന, നമ്മുടെ കൊഴുപ്പ് അലിയിച്ച് കളയാൻ, അതിനെ എരിച്ച് കളയാൻ സഹായിക്കുന്ന എല്ലാ വിറ്റാമിൻസും മിനറൽസുകളും ഒക്കെ ഈ ഒരു ചെറുധാന്യങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ പലപ്പോഴായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഭക്ഷണം ഒഴിവാക്കുക. അതായത് ടൈമിങ് 3 നേരത്തിന് പകരം 2 നേരം അല്ലെങ്കിൽ 1 നേരം മാത്രം കഴിക്കാം. ഇതും ഞാൻ പറഞ്ഞ പോലെ മെറ്റബോളിസം ഭയങ്കര സ്ലോ ഡൗൺ ആക്കാനാണ് കാരണമുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുക. അപ്പോൾ അതിന് പകരം നിങ്ങൾ ചെയ്യാവുന്ന, ഇപ്പോൾ ഈ മീൽസ് കട്ട് ചെയ്യുന്നതിന് പകരം രാത്രിത്തെ ഡിന്നർ, രാത്രി കഴിക്കുന്ന അത്താഴം ഇത്രയും നേരത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ആ സമയത്ത് ഇൻസുലിൻ്റെ ലെവൽ കറക്റ്റ് ബാലൻസിലായിരിക്കും. ലേറ്റ് നൈറ്റ്, ഒരുപാട് രാത്രിക്ക് ശേഷം എടുക്കുന്ന ടൈമിൽ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വളരെയധികം കുറയും. അപ്പോൾ ഡൈജഷൻ പ്രോസസ്സ് കുറയും, ഫാറ്റ് അക്യുമുലേറ്റ് ആവും, കോർട്ടിസോൾ ലെവൽ കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിത്തെ എന്താ പറയുക, അത്താഴം കുറച്ചുകൂടെ ലഘുവായിട്ട് നേരത്തെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6-7 മണി ആ ഒരു ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 7 o'clock നിങ്ങൾ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 12 മണിക്കൂർ നിങ്ങൾക്കൊരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ആമാശയത്തിന് കംപ്ലീറ്റ് റെസ്റ്റ് കൊടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഊർജ്ജം കൊഴുപ്പിൽ നിന്ന്, അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിൽ നിന്നും അത് ബ്രേക്ക് ഡൗൺ ചെയ്യാനും സഹായിക്കും. പിന്നെ നമ്മൾ ഈ 1 വീക്ക്, ഒരാഴ്ചയിൽ 7 ദിവസം കംപ്ലീറ്റ് ആയിട്ട് കാർഡിയോ സ്ട്രെങ്തനിങ് അങ്ങനെ ചെയ്യാതെ റെസ്റ്റ് ടൈം എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്. അപ്പോൾ ഒരു ആഴ്ച കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, പിന്നെ ഡ്രോപ്പ് ചെയ്യുക, അങ്ങനെ ഒരു രീതി അല്ലാണ്ട് നമ്മൾ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് നടത്തുകയാണെങ്കിലും യോഗയാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള എക്സസൈസും സ്ട്രെങ്തനിങ് എക്സസൈസും ഒക്കെ ചെയ്യാം. അത് കറക്റ്റ് ഒരു 40 മിനിറ്റ്, 1 മണിക്കൂർ അങ്ങനെ ചെയ്ത് നിർത്താം. നമ്മൾ ചെയ്യുന്ന ആ ഒരു എക്സസൈസിൻ്റെ ഒപ്പം തന്നെ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, കാരണം നമ്മുടെ മസിൽ ലോസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതുകൊണ്ടാണ് എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർ, ജിമ്മിനെ പോയിട്ട് എക്സസൈസ് ചെയ്ത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കാലറീസ് കുറച്ചുകൂടെ ഇൻടേക്ക് വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നോർമൽ വാക്കിംഗ് മാത്രം ചെയ്തിട്ട്
വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് കാലറീസിൻ്റെ ഇൻടേക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ കാലറീസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി എത്ര വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയുന്നുണ്ട് ഡോക്ടറെ, പക്ഷേ ഈ അടിവയറ് അതേപോലെ തന്നെ കഴുത്തിന് ചുറ്റുമുള്ള ഒരു ഡബിൾ ചിന്ന് ഇതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹോർമോൺ ഇംബാലൻസ് നിങ്ങൾക്കുണ്ടോ. സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ PCOD ഉണ്ടോ, ഫാറ്റി ലിവർ ഉണ്ടോ, അതേപോലെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഹോർമോൺ ലെവൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാം. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ അബ്ഡോമിനൽ ചിന്നിനുള്ള എക്സസൈസൊക്കെ നമ്മൾ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അത് റെഗുലറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും എന്താ പറയുക, ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം കുറയാൻ പോകുന്നത് ഈ ഡബിൾ ചിന്നും അതുപോലെ നമ്മുടെ ഈ കുടവയറും ഇതൊക്കെ തന്നെയാണ് ആദ്യം കുറയാൻ പോകുന്നത്. അതല്ല പട്ടിണി കിടന്ന് നമ്മൾ ഫുഡൊക്കെ മിസ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കംപ്ലീറ്റ് കീറ്റോ ഡയറ്റ് അന്നജം കംപ്ലീറ്റ് ഒഴിവാക്കി ഇങ്ങനെയുള്ളൊരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആവും. പക്ഷേ ഒരിക്കലും ഡബിൾ ചിന്നോ അല്ലെങ്കിൽ കുടവയറോ കുറയാനായിട്ട് പോകുന്നില്ല. വെയിറ്റ് കുറയ്ക്കാനായിട്ട് പ്ലാൻ ഉള്ളവർ നിങ്ങൾ സ്ഥിരമായിട്ട് എടുക്കേണ്ട വൈറ്റമിൻസ്, ഇപ്പോൾ വൈറ്റമിൻ D ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അത് കുറവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലിമെൻ്റ് എടുക്കാം. കാരണം നമ്മുടെ ഇൻസുലിൻ ലെവൽ കൺട്രോളിലാവാൻ വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ D എന്ന് പറയുന്നത്. അതേപോലെ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ്, നമ്മൾ ഷുഗർ ക്രേവിങ്സ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മെഗ്നീഷ്യം സപ്ലിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷുഗർ ക്രേവിങ്സ് കൺട്രോളിൽ വരും. അതേപോലെ അയൺ സപ്ലിമെൻറ്റ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ഷീണം പരമാവധി കുറയും. നിങ്ങൾക്ക് കുറച്ചുകൂടെ എനർജി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും. വിറ്റാമിൻ B12 അതേപോലെ തന്നെ നീർക്കെട്ട് കുറയാനായിട്ട് ചിലർ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സപ്ലിമെൻ്റ് എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് ഈ omega-3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലാണ്. ഇപ്പോൾ അവക്കാഡോ, അതേപോലെ ചെറുമത്സ്യങ്ങൾ, അതായത് ട്യൂണ എന്ന് പറയുന്ന ഈ ചൂര, മത്തി, അയല, ഇതിലൊക്കെ തന്നെ കൂടുതലായിട്ടും നല്ല കൊഴുപ്പ് അധികം അടങ്ങിയിട്ടുണ്ട്. ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായകരമാക്കുന്ന ഒന്നാണ്. ഇനി 30 ദിവസം കൊണ്ട് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായകരമാവുന്ന ചില ചായകൾ, ഹെർബൽ ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം വരുന്നത് ചെമ്പരത്തിയുടെ ചായ, ഹിബിസ്കസ് ടീ എന്ന് പറയും. ഇത് ഇൻസുലിൻ കൺട്രോൾ ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഫാറ്റിൻ്റെ മെറ്റബോളിസം കൂട്ടി അത് ബേൺ ചെയ്ത് കളയാൻ സഹായകരമാവുന്ന ഒന്നാണ് ഈ ഹിബിസ്കസ് ടീ എന്ന് പറയുന്നത്. അതേപോലെ ഗ്രീൻ ടീ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അധികം കൂടുതലാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ ഉള്ളവർ, അതേപോലെ കുടവയറ് അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ ഈ ഒരു ഗ്രീൻ ടീ എടുക്കുന്നത് വളരെ ഇഫക്റ്റീവായിരിക്കും. പിന്നെ ബ്ലാക്ക് ടീയും വളരെ നല്ലതാണ്. ബ്ലാക്ക് ടീയിലുള്ള ആ ഒരു ടാനിൻ എന്നുള്ള കണ്ടൻറ്റ് നമ്മുടെ അപ്പറ്റൈറ്റ് ഒന്ന് കൺട്രോളായിട്ട് വെക്കാൻ, വിശപ്പൊന്ന് കൺട്രോളായിട്ട് വെക്കാനായിട്ട് വളരെയധികം സഹായകരമാകുന്ന ഒന്നാണ്. ജിഞ്ചർ ടീ, ഇനിയിപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരിൽ കൂടുതൽ ഗ്യാസ്ട്രിക് കംപ്ലയിൻറ്റ്സ് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്, ദഹന പ്രക്രിയയുടെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ദഹനത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിഞ്ചർ ടീം കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ടല്ല വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ജേർണിയിലോട്ട് കിടക്കാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ AG, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വള്ളിയോട്, പാലക്കാട്.